ഇപ്പൊ കഥ ഫുൾ പറയും. ഇതാണ് നമ്മുടെ കാസർഗോഡ് ടൗൺ. നല്ല മൊഞ്ചന്മാരും മൊഞ്ചത്തികളൊക്കെയുള്ള നല്ല മൊഞ്ചുള്ള കാസർഗോഡ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഈ ടൗണിന്റെ കഥയല്ല. ടൗണിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടൊരു ഗ്രാമമുണ്ട്, മണ്ടൂരടുക്കം. ഈ മണ്ടൂരടുക്കത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കുറച്ച് മണ്ടത്തരങ്ങളും അതിൽ കൂടുതൽ അന്ധവിശ്വാസങ്ങളുമായി ജീവിക്കുന്നവരാണ് ഈ നാട്ടുകാർ. ഈ നാട്ടിലെ രണ്ട് പ്രമാണിമാരാണ് സുക്കിലൊക്കെ മാഞ്ചി മജിച്ച്. ഇന്നിപ്പോ ഒരു ഭയങ്കര ശത്രുക്കളാണ്. എന്നാലേ കുറച്ചു കാലം പിന്നിലേക്ക് പോയാല് ഓറ് ഭയങ്കര ചങ്ങായിമാരായിരുന്നു. തിന്ന് മാഞ്ചി വേണ്ട സുക്കി തിന്ന്. അത്ര വലിയ ചങ്ങായിമാരായിട്ട് ഓരെങ്ങനെ ശത്രുക്കളായി? ശത്രുക്കളായത് എങ്ങനെയെന്ന് ചോദിച്ചെങ്കില്, സുക്കിലെ എൻ്റെ പണ്ടത്തുള്ള ഓറ് അസീനാന്ന് എനിക്കറിയാലേ. ഇത് ഓള് മരിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ച ആമാടപ്പെട്ടി. ഇത്രയും കാലം ഞാനിത് പൊന്നുപോലെ സൂക്ഷിച്ചു. എനിക്ക് ഓള് ഓർമ്മ വരുമ്പോഴെല്ലാം ഞാൻ ഈ പെട്ടിയെടുത്തിട്ട് മുത്തു. ഇതിപ്പോൾ എൻ്റെ ഓള് കണ്ട്. ഇനി അത് ആടെ വെച്ചാലാവേല. ഇനി ഇത് നീ സൂക്ഷിച്ചു വെക്കണം. എനിക്ക് മുത്താൻ പിടിക്കുമ്പോഴെല്ലാം ഞാനിവിടെ വന്നിട്ട് മുത്തിക്കോളാം. ആയി മാഞ്ചി, നിന്റെ അസീന എന്നെ അമാടപ്പെട്ടിയല്ലേ, ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചോളാം. സുക്കിലേ, എൻ്റെ സുക്കിലേ, സുക്കിലേ കൊണ്ടുവാ, ഞാനൊന്ന് മുത്തിട്ട്. കൊണ്ടുവാന്ന്. അത് പോയി മാഞ്ചി. ഏടുക്ക് പോയിന്ന്? അതിപ്പോ ഈടെ കാണുന്നില്ല, എന്തായിന്ന് എനിക്കറിയില്ല. കാണുന്നില്ലേ? നീ എന്താ ഭ്രാന്ത് പറയുന്നത്? നീ എന്നെ എടുത്തിട്ടുണ്ടാവും. ഞാൻ എന്തിനെടുക്കുന്നേ? നിനക്ക് മുത്തം മുടിച്ചിട്ട്. നിന്റെ അസീന എന്റെ പെട്ടിക്ക് ഞാൻ എന്തിനു മുത്തുന്നേ? ഞാൻ എന്റെ ഓള മുക്കിയ. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഇപ്പൊ എന്റെ പട്ടി കിട്ടണം. എന്റെ ഇല്ല. ആന്ന് പറഞ്ഞ് നടക്കാല. അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അത് കിട്ടിയേ പറ്റൂ. പ്രശ്നം തന്നെ. ആ പെട്ടി നാട്ടിലേ ഇല്ല. ഇത് റുഹാനിന്റെ കളി. അസീനാന്റെ റുഹാനി ഇറങ്ങീന്, മനസ്സിലായാ? ആ റുഹാനിയാണ് പെട്ടി കൊണ്ടുപോയത്. അല്ല, എന്റെ അസീന എന്ന പെട്ടി ഓളെന്നെ കൊണ്ടുപോയാ. ആ പെട്ടി നിങ്ങൾ സൂക്ഷിച്ചതുപോലെ നിങ്ങളെ ചങ്ങായിക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടാ ആ ചൊടിയിലത് അസീനാന്റെ റുഹാനി കൊണ്ടുപോയി. ഓളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. തെറ്റ് നിങ്ങളെ ആ ചങ്ങായിന്റെ ഭാഗത്ത്. അപ്പൊ ഇനി ആ പെട്ടി കിട്ടല്ലേ? കിട്ടും. റുഹാനിക്ക് നിങ്ങളോടുള്ള ചൊടി മാറണം. അത് എപ്പോ എങ്ങനെയെന്ന് ഇപ്പൊ പറയാൻ കഴിയാല. രണ്ടാൾക്കാർ ശത്രുക്കളായോണ്ട് ബുദ്ധിമുട്ടായത് ഞങ്ങൾ നാട്ടുകാർക്ക്. ഓരോന്നിച്ചിട്ടുണ്ടാകുമ്പോ കൃഷി ചെയ്യാൻ സ്ഥലം കിട്ടിക്കൊണ്ടുണ്ടായിനി. ഇപ്പൊ ആ സ്ഥലം വേലി കെട്ടി അടിച്ചില്ലേ, കൊല്ലം കുറയായി. ഒരു നേരാന്നില്ല, നമ്മുടെ കൃഷിയും നടക്കുന്നില്ല. ഞാൻ ഇന്നലെ തേക്കിൻ്റെ ഒരു കട്ടില് മേങ്ങി. നല്ല കട്ടില്. കട്ടിലങ്ങൾ തായെങ്കിലും കിടക്കുന്ന ഞാനല്ലേ. ശരിപ്പോ എന്താ ഉക്കർച്ച? എന്തായെങ്കിലും എന്തേ, ഈ സുക്കിലൊക്കറ് സമാധാനത്തിൽ ഉറങ്ങലുണ്ട്. ചില ആൾക്കാർ മല്ലന് പേടിച്ചിട്ട് പറഞ്ഞതിന്റെ ശേഷം ഉറങ്ങലേ ഇല്ല എന്ന് പറയുന്ന കേട്ടിന്. ഒരു കാര്യം പറയാൻ മറന്നു. ഓർക്ക് വേറൊരു ഭ്രാന്തുണ്ട്. ഓറ് ചൊടിച്ചതിന് ശേഷം എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ പുറം നാട്ടിൽ നിന്ന് മല്ലന്മാരെ ഇറക്കിയിട്ട് തല്ലാക്കിച്ചിട്ട് തർക്കം പരിഹരിക്കും.
അന്നൊരു പോരില് മാഞ്ചി മജീച്ചാന്റെ മല്ലൻ സുക്കിലോക്കർച്ചാന്റെ മല്ലനെ കണ്ട് പേടിച്ച് പാഞ്ഞിനി. അതിനുശേഷം സുക്കിൽ എപ്പോഴും അതും പറഞ്ഞ് മാഞ്ചിനെ കളിയാക്കും. കുറെ നാളെ ഈ കാര്യം പറഞ്ഞ് നീ എന്നെ കളിയാക്കുന്നത്. അന്നെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി മല്ലന്മാർ ഇറക്കി നോക്കാം. എന്നാ നാളെ തീരുമാനിക്ക്. അപ്പൊ ഫെബ്രുവരി 22. മജീച്ച, മല്ലന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാക്കണ്ട. എന്റെ കയ്യില് ഒരു അതുപ്പത്തിന്റെ മല്ലനുണ്ട്. അന്ന് പേടിച്ചിട്ട് പറഞ്ഞ മല്ലനെയും കൊണ്ടുവന്നത് നിങ്ങളല്ലേ? അത് സീതാങ്കോളിന്നല്ലേ, ഇത് ഉപ്പളത്തെ. വ്യത്യാസമൊന്നുമില്ലല്ലോ. വ്യത്യാസം ഒരു നയമോസമില്ല. ഞമ്മളെ മല്ലൻ ജയിക്കണം. അതന്നെ. അത്ര മജീച്ച, നിങ്ങൾ എവിടുന്ന് മല്ലൻ ഇറക്കുന്നേ? ഞാൻ പറയില്ല. എന്തിന്? നിനക്ക് അവനോട് പറഞ്ഞു കൊടുക്കാനല്ലേ? ഞാൻ മോനെ ഇല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കല. ഞാൻ നിങ്ങളാളല്ലേ? ഞങ്ങളാണ് കൊറേ കണ്ടിന് പോയേ. ഓന്റെ ഒരു ഇത് വായിച്ചിട്ട് കഴിയുന്നില്ല. കയ്യിലഞ്ച് പൈസ ആവില്ല. ഇപ്പം എന്താ ആക്കുന്നത്? ഓൾ കേരള കള്ളൻ അസോസിയേഷൻ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട മെമ്പേഴ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ പിടിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ അത് നിയന്ത്രിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ കക്കാൻ കയറുന്ന സമയത്തിൽ മാറ്റം വരുത്തണം. പ്രസിഡന്റ് പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട്. കക്കുന്ന സമയത്തിലല്ല മാറ്റം വരുത്തേണ്ടത്, പ്ലാനിങ്ങിൽ. മല്ലനല്ലേ? അല്ല, പൈക്കത്ത് ഉപ്പളത്തുന്നല്ലോ പറഞ്ഞു. മലരത്തിയാ മല്ലനുള്ള ഫുഡെല്ലാം മരിച്ചാനെ പോലെ റെഡി ആയിട്ട് കാത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പളത്തുനിന്ന് വന്ന മല്ലനല്ലേ? ഫുഡുണ്ടോ? നല്ല ഫുഡുണ്ട്. അപ്പം മല്ലന് വാ. ഫുഡ് എന്തെങ്കിലും ഉണ്ടാവും. ഫുഡ് എങ്ങനത്തെ വേണ്ട മല്ലന്? അത് പറഞ്ഞെങ്കിൽ മതി. മാഞ്ചീന്റെ മല്ലം വന്ന് ഇനി സുക്കിലിന്റെ ആടൊന്ന് പോണം. വിട്ടാകല, ഇത് നമ്മൾ അഭിമാനത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് ഒരേ പഞ്ചായത്തേക്കും ഇല്ല. ഉസാറാക്കണം നമുക്ക്. എന്തേ അടിച്ചു പൊളിക്കണം, മിന്നിക്കണം. മരിച്ച നമ്മളെ മല്ലനെത്തിന് നമ്മളെ മല്ലൻ ഉഷാറാക്കണം. ഫുഡാണ് വെച്ചിട്ടുള്ളത്. അവനുള്ളേ കൂട്ടിക്കൊണ്ടാ. അദ്രാൻ കൊടുത്തുപ്പാ. റേഞ്ച് കുറവെന്ന് എന്തിനാ നീ പറയുന്നേ? നിങ്ങൾ മല്ലനെ കാത്തു നിന്നിട്ട് കോണമില്ല അതിനനുസ. ഞാൻ നിങ്ങളെ അടുത്തേക്ക് അയച്ച മല്ലനില്ലേ, ഓൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ബസ് ഏതോ സ്റ്റോപ്പിൽ നിർത്തിയിട്ടാകുമ്പോ ഓന് 10 കൊല്ലം മുമ്പ് സ്നേഹിച്ച ഓന്റെ ലവറ് ഓളെ മാപ്പിളിന്റെ പോന്നുണ്ടായിരുന്നല്ലോ. ഓൻ ആടുന്ന് തന്നെ ബസ് നിന്ന് കീഞ്ഞിട്ട് ഓളെ മാപ്പിളിന്റെ നടുവും ചവിട്ടി പൊളിച്ചിട്ട് ഓളയും കൊണ്ട് നാട് വിട്ടോല്ലോ. ആ ബദ്രാൻച്ച നിങ്ങൾ എന്നെ എന്തും പറഞ്ഞിരണ്ട. അപ്പൊ ഇത് ഏത് മല്ലൻ? ഏത്? ഹലോ ഹലോ ദ്രാൻച്ച. ഹലോ, ഞാനോ? പേരെന്ത്? ഉസ്മാൻ. മല്ലനല്ലേ? അല്ല, കള്ളന്. ഒരു ഫ്ലോയില് പറഞ്ഞത് ഈ ചെവിയിലെ കേട്ടത് ഈ ചെവിയിലെ വിട്ടത്. വിടാനേ പറ്റൂ, അല്ലെങ്കിൽ മജീച്ച എന്നെ കൊല്ലും. അല്ല ഉസ്മാനെ, നിനക്ക് തല്ലാക്കാൻ അറിയോ? ഇല്ല, കക്കാൻ അറിയും. പൈക്കുന്നില്ലേ? പൈക്കുന്നു. വാ കേറ്റാ. കേറ്റവാ. മാഞ്ചി മജിച്ചാന്റെ മല്ലനെ ഞാൻ കണ്ടിന്. നല്ല അതിർപ്പത്തിന്റെ മല്ലൻ. ആ മല്ലനോട് മുട്ടിറാന് നിങ്ങനി എങ്ങത്തെ മല്ലൻ ഇറക്കിയെങ്കിൽ ആ വേല. എന്തപ്പാ ആ ഭാഗത്തെന്തേ? ആ വേലാന്ന് മുനീറേ, ശരിപ്പൂ എത്ര പൈസ കൊടുത്തൊന്നും സാരില്ല, നല്ലൊരു മല്ലൻ എത്തിച്ചോളൂടെ. ഉസ്മാനെ, പ്രാക്ടീസ് ആക്കുമ്പോ ബുദ്ധിമുട്ടാക്കണ്ടാന്ന്. ഈ പ്രാക്ടീസ് അല്ല, പിന്നെ തല്ലാക്കാലിന്റെ പ്രാക്ടീസ് ആക്ക്. തല്ലാക്കാണ് നിങ്ങൾ ഈ പരിപാടിയെ ശരിയല്ലാന്ന് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാക്കിക്കുന്ന ബ്രൂത്താപ്പ് പരിപാടി. കുറ്റം കിട്ടും നിങ്ങൾക്ക്. അപ്പൊ കക്കുന്നതാ? അത് കലേ. പാതിരാത്രിക്ക് ആരും കാണാണ്ട് ആരാന്റെ പൊരൻ്റെ ഉള്ളിലേക്ക് പോയിട്ട്
ഓർ ഉറങ്ങുമ്പോ ഓരോ കുറുക്കം വലിയും കേട്ടിട്ട് ആടുള്ള വിലപിടിപ്പുള്ള സാധനം എടുത്ത് വരുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം ഇപ്പൊ തീരും. സുക്കിലൊക്കെ ബാഡൂർ മമ്മൂഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കരത്തിന്റെ മലനിറക്കിനി എന്ന് പറയുന്നേക്കുന്നു. അതെന്തിനു? നിന്നോട് തല്ലാക്കാന്. ഞാൻ പോയില്ല പാഞ്ഞർച്ച. അങ്ങനെയൊന്നും പായാൻ കഴിയാല ഈ നാട്ടിൽ നിന്ന്. എന്ത്? ഈ നാട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലേ ഓർക്ക് നല്ല സ്വീകരണം കൊടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുവരും. അതേപോലെ ഓർ ഇടുന്ന് തിരിച്ചു പോകുമ്പോ നല്ല യാത്രയപ്പം കൊടുക്കും. അല്ലാതെ ഞങ്ങൾ അറിയാതെ ആർക്കും ഇടുന്ന് മുങ്ങി ഇറാൻ കഴിയില്ല. അപ്പൊ ഞാൻ എങ്ങനെ രക്ഷപ്പെടേണ്ടത്? അതിനല്ലേ ഞാൻ പറയുന്നത്, എങ്ങനെയെങ്കിലും പ്രാക്ടീസ് ആക്ക്, എന്നിട്ട് പിടിച്ചു നിന്നത്. അല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അതിനാ സുക്കിലെ കുറച്ച് നല്ല ബാങ്കുരല്ലോ. കാൽ തന്നെ വെറും ബാറ്റിൽ 40 മുട്ടി 2 ലിറ്റർ പാൽ കുടിക്കുമല്ലോ. 40 പൊട്ട് ഞാനും തോന്നും. കൂട്ടല്ലോ ഞമ്മളെ മകനെ കുറിച്ചിട്ട് ഇപ്പോഴത്തെ ഭയങ്കര അഭിപ്രായമല്ലോ. ജോനല്ലല്ലോ, മറ്റോനല്ലേ? ഒന്നുമില്ല. മമ്മുഞ്ഞി വാടാ. മമ്മുഞ്ഞി വന്നാ ഇത് മല്ലന അല്ലെങ്കിൽ മുള്ളന? സൈസ് കണ്ട് അളക്കാൻ നിൽക്കണ്ടേ ഞങ്ങളെ മല്ലനെ? കൊമ്പനാനനെ ചവിട്ടിട്ടോന്. ചവിട്ടിയിട്ടതല്ല, കൊമ്പനാനന്റെ മുകളിൽ കയറിയിട്ട് ചവിട്ടിത്താത്തിയത്. ആനനെ ചവിട്ടി അതിലും വെറുതെ. വല്ലം പേടിച്ച നീ വാങ്ങിട്ടോ. ഞങ്ങളീ മല്ലൻ നിങ്ങളീ ചോട്ടാമല്ലനെ ഒറ്റ അടിക്ക് തച്ച് നിലത്തിടും. നെറ്റ് പോകുന്നത് ആരെന്ന് ഞമ്മക്കൊന്ന് കാണാം. കാണാ. ഈ മല്ലനാരെ നിങ്ങൾക്കറിയോ? കണ്ട ആ പൗപ്പ മല്ലനല്ല, 18 അടവും പഠിച്ച ബാഡൂർ മമ്മിഞ്ഞി. മഹാമല്ലൻ ബാഡൂർ മമ്മിഞ്ഞി. ഒരു കാര്യം പറയാണ്ട്. എന്ത്? ബാഡൂർ മമ്മുഞ്ഞി ഭയങ്കരം. മമ്മിഞ്ഞി ഉപ്പളോസ്മാനും മോശമില്ല.